Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ഡിഷ് വന്നിട്ട് ബീഫ് കൊണ്ടാട്ടാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്തെല്ലാം സാധനങ്ങളാണ് ആദ്യം വേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ മുളക് പൊടി അതൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് ഞാൻ അത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3/4 വേവ് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്. ഇതൊക്കെ നമ്മളുടെ ക്വാണ്ടിറ്റി, അതായത് ബീഫ് എന്തോരം എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ നമ്മളുടെ ബീഫ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുട്ട ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഇത് വേവിക്കുന്ന സമയത്ത് നമ്മളുടെ എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഇത് ഏകദേശം ഒരു 3/4 വേവ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മഞ്ഞൾ ചേർത്തു. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നമ്മളെ എരിവനുസരിച്ച് നിങ്ങൾ ചേർക്കാം കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഇനി നമുക്കിത് നമ്മൾ ഈ ബീഫ് നമ്മളത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ലെമൺ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഈ സംഭവം നന്നായി ഇപ്പം ഞാൻ നന്നായിട്ട് പരട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ അതേ ഞാനിനി പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഏകദേശം എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഓൾറെഡി നമ്മൾ കുക്ക്ഡ് ആണ്. അപ്പോൾ അത് കാരണം ജസ്റ്റ് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഒന്ന് നല്ല ഇതേപോലെ നല്ല കളറായി കിട്ടുമ്പോഴത്തേനും നമുക്കത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ബീഫ് ഇതേ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ബീഫ് വറുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ആ സെയിം ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു കളറും ഇതൊക്കെ കിട്ടും. പിന്നെ അധികം എരിവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത് കേട്ടോ. ഇനി വെളുത്തുള്ളി ചേർക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ചിയും നമ്മൾ ചേർക്കുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം ചേർക്കാം. അതിൻ്റെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ പച്ചമുളക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കരിവേപ്പിലയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് സവോള ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ മസാലയ്ക്കുള്ള ഉപ്പ് ചേർക്കുക. അതിൻ്റെ നന്നായി മിക്സ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുക. അപ്പോൾ എരിവനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തപ്പോഴത്തേനും എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അതനുസരിച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് മൂത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യത്തിന് ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടൊമാറ്റോ സോസ് വന്നിട്ട് അത് നമ്മളുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് ഇതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. വളരെ എളുപ്പമാണ് സംഭവം. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അവസാനം നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ കരിവേപ്പിലൊക്കെ ഒന്ന് മുകളിലിടുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതായി കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ മസാലയും അതിൽ ഇറങ്ങും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാവും. അത്രയും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.